എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല ഡ്രൈവറാവാം എന്നതിനെക്കുറിച്ച് പറയാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല ഡ്രൈവറാവാം? നിങ്ങൾ വെറുതെ ഒരു ലൈസൻസ് എടുത്ത് വണ്ടി ചുമ്മാതെ ഓടിക്കുന്നതിൽ ഒരു നല്ല ഡ്രൈവർ ഒരിക്കലും ആവില്ല. അപ്പം ഒരു നല്ല ഡ്രൈവറാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പുതിയ ഡ്രൈവേഴ്സിന് വേണ്ടിയാണ്. അപ്പം നിങ്ങളൊരു ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നു, ലൈസൻസ് എടുക്കുന്നു, അതിനുശേഷം നിങ്ങൾ വണ്ടി ഓടിക്കുന്നു. പലരും നിങ്ങളെ കുറ്റപ്പെടുത്തും പല കാര്യങ്ങളും. അപ്പോൾ നമ്മൾക്ക് അറിയില്ല അത് ശരിയാണോ തെറ്റാണോ എന്ന്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുക, നിങ്ങൾ എങ്ങനെ ഒരു നല്ല ഡ്രൈവറാവാൻ, എന്തൊക്കെ ക്വാളിറ്റീസാണ് ഒരു നല്ല ഡ്രൈവർക്ക് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ വളരെ രസകരമായ ചില അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാവും. അതുപോലെ പല സിനിമകളിലും ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു ഒരു രംഗമാണ് ശ്രീനിവാസൻ പറയുന്നത്. പോളിടെക്നിക്കിൽ പഠിച്ച ശ്രീനിവാസൻ്റെ ഒരു രംഗം, യന്ത്രങ്ങളുടെ പ്രവർത്തനമൊന്നും എന്നെ പഠിപ്പിക്കണ്ട, ആ രീതിയിലുള്ള ഒരു രംഗം. അപ്പം ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഡ്രൈവിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ സ്റ്റിയറിങ്, എന്തിനാണ് സ്റ്റിയറിങ്, എന്തിനാണ് ക്ലച്ച്, എന്തിനാണ് ബ്രേക്ക്, എന്തിനാണ് ആക്സിലേറ്റർ, എപ്പോഴാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എപ്പോഴാണ് ക്ലച്ച് ചവിട്ടേണ്ടത്, ഗിയർ ചേഞ്ച് ചെയ്യുന്ന രീതികൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ലൈറ്റുകൾ. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ലൈറ്റുകളാണുള്ളത്, ഏതൊക്കെ സ്വിച്ചുകളാണുള്ളത്, വൈപ്പർ എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് സ്വിച്ച് വർക്കിംഗ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കും, പകലായിരിക്കും ഡ്രൈവിംഗ് പഠിക്കുന്നത്, പക്ഷേ നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസും കൂടി മനസ്സിലാക്കിയിരിക്കണം. രാത്രി ഡ്രൈവ് ചെയ്യുമ്പോഴും പകൽ ഡ്രൈവ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ തീർച്ചയായും ഒരു ഡ്രൈവർ എന്ന രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ ജീവനാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന്. അപകടങ്ങൾ മറ്റുള്ളവരുടെ ജീവനാണ് ഇല്ലാതാക്കുന്നത്. അപ്പം നമ്മുടെ അശ്രദ്ധ മൂലം ഒരു അപകടം വരാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ശാസ്ത്രീയപരമായി ഡ്രൈവിംഗ് പഠിച്ചവരോട് ഒരു പുച്ഛം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ പറ്റിയാൽ വളരെ മോശമായ രീതിയിലുള്ളൊരു പരിഹാസവും കാര്യങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പം നമ്മൾ ശാസ്ത്രീയപരമായി പഠിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്നുള്ളൊരു സംഭവം വരാനുണ്ട്. ആ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വരുന്നതനുസരിച്ചാണ് നമ്മുടെ ഡ്രൈവിംഗ് കുറച്ചുകൂടി കംഫർട്ടാവുള്ളൂ, കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് വരുള്ളൂ. അപ്പോൾ എക്സ്പീരിയൻസ് എന്നുള്ള വലിയൊരു ഘടകമാണ്. അപ്പോൾ നമ്മൾ എല്ലാ എക്സ്പീരിയൻസും ചെയ്യണം. എക്സ്പീരിയൻസിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചാൽ തന്നെ നമ്മൾ ക്ലിയറായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സ്, കുറച്ച് നല്ല ഡ്രൈവിംഗ് ടിപ്സുകളാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം, എന്തൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യത്തെ കാര്യമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ, എല്ലാവരും പുതിയ ഡ്രൈവേഴ്സിൻ്റെ ഒരു ശീലമാണ് ഗിയർ ലിവറിലേക്ക് ഇങ്ങനെ എത്തി നോക്കുക. എപ്പോഴും നമ്മൾ ഗിയർ ലിവർ എവിടെ, എന്തുകൊണ്ട് ഗിയർ ലിവറിലേക്ക് ഇങ്ങനെ എത്തി നോക്കും. നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാൻ നേരത്ത് ഗിയർ ലിവറിലേക്ക് നോക്കും. അപ്പം ആ ഒരു രീതി നമ്മൾ മാറ്റിയെടുക്കണം. ഗിയർ ലിവറിലേക്ക് നമ്മൾ എത്തി നോക്കരുത് ഒരിക്കലും. അത് പിന്നീട് ആദ്യത്തെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള നമ്മൾ എത്തി നോട്ടും, പിന്നീട് അതൊരു ശീലമായി മാറും, നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അങ്ങനെയായി മാറുകയും ചെയ്യും. അപ്പം നമുക്ക് ആ ഗിയർ ലിവറിലേക്ക് നോക്കുന്ന സമയം നമുക്ക് റോഡിലുള്ള ശ്രദ്ധയാണ് ഇല്ലാതെയാവുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ ഗിയർ ലിവറിലേക്ക് എത്തി നോക്കി വണ്ടി ഓടിക്കുന്നത്. ഗിയർ നമ്മുടെ കൈകളിൽ ഓരോ പൊസിഷൻ മാറുമ്പോഴും നമ്മൾ നോക്കുന്നത് റോഡിലേക്കായിരിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബിഹേവിയർ നമ്മൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബ്രേക്കിങ്ങിൽ ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോൾ ബ്രേക്ക് ചവിട്ടണം, എങ്ങനെയാണ് ബ്രേക്ക് ചവിട്ടേണ്ടത്, എന്തൊക്കെയാണ് ബ്രേക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. നമ്മൾ പുതിയ ഡ്രൈവേഴ്സ് അതുപോലെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത്, ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ ഡ്രൈവിംഗ് ക്ലാസ്സുകളിലെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചുമ്മാ ബ്രേക്ക് ചവിട്ടും.
എന്നുവെച്ചാൽ നമുക്ക് പേടിയാണ്, ഇത് ബ്രേക്ക് എപ്പോഴാണ് ചവിട്ടേണ്ടത് എന്നുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് അവർ പറഞ്ഞു തരും കാര്യങ്ങൾ, പക്ഷേ നമ്മൾ കൂടുതലും ആ സമയത്തൊന്നും ശ്രദ്ധിക്കില്ല. പിന്നെ അത് ഡ്രൈവിംഗ് ഹാബിറ്റിൽ, നോർമൽ ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം നമ്മൾ ഡ്രൈവിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ അതേ പാറ്റേൺ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ബ്രേക്ക് കിട്ടുന്നത് ഒരു ശീലമായി മാറും. നമ്മൾ ഒരിക്കലും ആവശ്യമില്ലാതെ ബ്രേക്ക് കിട്ടരുത്, ആവശ്യ സമയത്ത് മാത്രം ബ്രേക്ക് ഉപയോഗിക്കുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും റിയർ വ്യൂ മിററിൽ ചെക്ക് ചെയ്യണം. റിയർ വ്യൂ മിററിൽ ചെക്ക് ചെയ്ത് പുറകിൽ വണ്ടിയില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ബ്രേക്ക് ചെയ്യാം. അല്ലെങ്കിൽ ആ വണ്ടികൾക്ക് ഒരു പെട്ടെന്ന് ഇതിന് വന്ന് ഇടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വന്ന് ആ വണ്ടിയിൽ ഇടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും റിയർ വ്യൂ മിററിൽ ചെക്ക് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്യാൻ തയ്യാറാവണം. അപ്പോൾ അതുപോലെ തന്നെ ബ്രേക്കിങ്ങിൽ വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയും, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം നമ്മൾ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ മറ്റു വണ്ടിയിൽ പോയി ഇടിക്കേണ്ട, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ മറ്റു വണ്ടിയിൽ പോയി ഇടിക്കേണ്ട ഒരു സാഹചര്യം. ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്ന രീതിയാണ്. അപ്പോൾ ക്ലച്ച് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ക്ലച്ച് പുതിയ ഡ്രൈവേഴ്സും പിന്നെ ചില ഡ്രൈവേഴ്സ് ബിഹേവിയർ, അങ്ങനെ ഒരു ബിഹേവിയർ നമ്മൾ തുടക്കം മുതൽ വരുമ്പോൾ അത് മാറ്റാൻ പറ്റാത്തൊരു ബിഹേവിയർ ഉണ്ട്. ക്ലച്ച് ചവിട്ടി പിടിച്ച് ഓടിക്കാം. ഒരിക്കലും ക്ലച്ച് ചവിട്ടി പിടിച്ച് ഓടിക്കാൻ പാടില്ല. ക്ലച്ച് ആവശ്യമുള്ളപ്പോൾ മാത്രം അമർത്തുക, ഗിയർ ചേഞ്ച് ചെയ്യാൻ നേരത്ത് മാത്രം ക്ലച്ച് അമർത്തുക. അപ്പോൾ ക്ലച്ച് നമ്മളെ കാലെപ്പോഴും ഫ്രീ ആക്കിയിട്ട് വെക്കാം, ക്ലച്ച് ചവിട്ടി പിടിച്ച് ഓടിക്കരുത്. അതുപോലെ തന്നെ മറ്റേ കാല് ആക്സിലേറ്റർ, ബ്രേക്ക് ആണ് ഉപയോഗിക്കുന്നത്. അതും ആക്സിലേറ്ററോ ബ്രേക്കോ ഏതാവശ്യമുള്ളതിനനുസരിച്ച് ഉപയോഗിക്കും. നമ്മൾ ഒരിക്കലും ക്ലച്ച് ഹോൾഡ് ചെയ്ത് വെച്ച് ഓടിക്കാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, റോഡ് നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അത് പാലിച്ചിരിക്കണം. അപ്പോൾ റോഡ് നിയമങ്ങൾ എങ്ങനെയാണ് നമ്മളറിയുക? ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ ലിസ്റ്റ്, ബുക്കുകളൊക്കെ തരും, നമ്മളത് പഠിക്കണം. റോഡ് നിയമങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് സിഗ്നൽസ്, ഏതൊക്കെ റോഡുകൾ വഴി നമുക്ക് പോകാം, എന്തൊക്കെയാണ് സിഗ്നൽസ്, പിന്നെ അതുപോലെ വാർണിംഗ് സൈൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. അത് നമ്മൾ നല്ല രീതിയിൽ റോഡ് നിയമങ്ങൾ പാലിക്കുന്ന ഒരാൾ മാത്രമേ നല്ല ഡ്രൈവർ ആവുള്ളൂ. അത് എപ്പോഴും ഓർമ്മയിരിക്കുക. നല്ല രീതിയിൽ റോഡ് നിയമങ്ങൾ പാലിക്കുന്ന ഒരാൾ മാത്രമേ നല്ല ഡ്രൈവർ ആവുള്ളൂ. പല ആൾക്കാരും, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും പലതും നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ പലതും പറയും, പക്ഷെ നമ്മളത് കെയർ ചെയ്യരുത്. നമ്മൾ നിയമങ്ങൾ പറയുന്നതിനനുസരിച്ച് മാത്രം വണ്ടി ഓടിക്കുക. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം റോഡ് നിയമങ്ങൾ എപ്പോഴും നമ്മൾ പാലിക്കണം. റോഡ് നിയമങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. റോഡിലുള്ള ബോർഡുകളും സിഗ്നൽസും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ ഓരോരോ ദിവസം കഴിയുന്നവരും നമ്മുടെ അത് യൂസ്ഡായി ഒരു കുഴപ്പമില്ലാതെ നല്ല ഫ്രീ ആയിട്ട് നമുക്ക്. അതുപോലെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മറ്റ് യാത്രക്കാരെ ബഹുമാനിക്കുക, മറ്റു വാഹനങ്ങളെ, മറ്റു ഡ്രൈവേഴ്സിനെ നമ്മൾ ബഹുമാനിക്കുക. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പം ഇപ്പുറത്ത് കൂടെ ഒരാൾ മറ്റേ ഷുമാക്കർ പോകണ പോലെയായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവനെ എങ്ങോട്ടായി പോകുന്നത്, വായുഗുളിക അടിക്കാൻ പോകണം, അങ്ങനെ പല കമൻറ്റുകളും നമ്മൾ പറയും. അപ്പം നമ്മൾ അതുപോലെ ഓടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എത്രമാത്രം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ റോഡ് നിശ്ചയിക്കുന്ന സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിക്കുക. അപ്പം നമ്മൾ അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നമുക്ക് ഫൈനുകൾ ഒഴിവാക്കാം, മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിൽപ്പെടാതെ സംരക്ഷിക്കാം. അതുപോലെ നമ്മൾ നല്ലൊരു ഡ്രൈവറായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും. നമ്മളെപ്പോഴും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക. ഒരു കാൽനട യാത്രക്കാരൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള അനുവാദം നമ്മൾ കൊടുക്കുക. നമ്മൾ വണ്ടി നിർത്തിയിട്ട് അയാളെ പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു റെസ്പെക്റ്റാണ് മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ മറ്റു വാഹനങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആവശ്യമില്ലാതെ രണ്ട് വാഹനങ്ങൾ കയറി രണ്ടുപേർക്കും മനസ്സില്ല വിട്ടുകൊടുക്കാനുള്ള അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടാവും, അവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടായി മാറും. അപ്പം നമ്മൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നമ്മൾ മാക്സിമം നല്ല രീതിയിൽ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈറ്റുകളുടെ ഉപയോഗം പഠിക്കുക. കാര്യം എന്താ, നമ്മളെപ്പോഴും പകലായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ഡ്രൈവിങ് പഠിച്ച പകലായിരിക്കും.
അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയിൽ ഡ്രൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ലൈറ്റുകൾ ഉപയോഗിക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവും. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അറിയാത്ത ലൈറ്റിൻ്റെ വർക്കിങ് കാര്യങ്ങൾ, ഏത് ലൈറ്റ് ഏത് സ്വിച്ച് എല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കാം. അതിനുശേഷം നമ്മൾ രാത്രിയിൽ ഡ്രൈവ് ചെയ്ത് പരിശീലിക്കുക. തിരക്ക് കുറഞ്ഞ റോഡുകളിൽ രാത്രിയിൽ ഡ്രൈവ് ചെയ്ത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ പരിശീലിക്കുക. അതുപോലെ തന്നെ വളരെ നമ്മളെപ്പോഴും കാണുന്നൊരു സംഭവമാണ്, ഒരു ഡ്രൈവേഴ്സ് എന്ന് പറയില്ല, വളരെ ചുരുക്കിയ ചില ആൾക്കാർ, ഒരുപാട് ആൾക്കാർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പല ഡ്രൈവേഴ്സും ഒരിക്കലും ഡിമ്മാക്കി കൊടുക്കില്ല. ഹെഡ്ലൈറ്റ് ഡിമ്മാക്കി കൊടുക്കാതെ, ഡിം ലൈറ്റ് യൂസ് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കും. എപ്പോഴും ബ്രൈറ്റിൽ ഓടിക്കുമ്പോൾ എന്താ കുഴപ്പം? നമ്മുടെ ആ ലൈറ്റിൻ്റെ ആ പ്രകാശം നമ്മുടെ മറ്റ് ഡ്രൈവേഴ്സിൻ്റെ കണ്ണിലേക്ക് അടിച്ചിട്ട് അവർക്ക് റോഡ് കാണാത്ത അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കാണാത്തൊരവസ്ഥയിലേക്ക് വരും. നമ്മളെപ്പോഴും ഓപ്പോസിറ്റ് ഒരു വാഹനം വരുമ്പോൾ നമ്മളെ ഹെഡ്ലൈറ്റ് ബ്രൈറ്റിലാണെങ്കിൽ അത് ഡിമ്മിലേക്കാക്കി കൊടുക്കണം. ഡിം ലൈറ്റ് യൂസ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവരുടെ റെസ്പെക്റ്റിൻ്റെ ഭാഗം കൂടിയാണ്. അതുപോലെ അപകടങ്ങൾ ഒഴിവാക്കുക, അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ രാത്രിയിൽ ഡ്രൈവ് ചെയ്ത് പരിശീലിക്കണം എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ രാത്രിയിൽ ഡ്രൈവ് ചെയ്ത് പരിശീലിക്കുമ്പോൾ നമുക്ക്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ തിരക്കുള്ള റോഡുകളിൽ പോകാതിരിക്കുക. തിരക്ക് കുറഞ്ഞ റോഡുകളിൽ നമ്മൾ രാത്രിയിൽ പരിശീലിച്ച് നമ്മൾ ട്രൈ ചെയ്ത് പരിശീലിച്ചതിന് ശേഷം തിരക്കുള്ള റോഡുകളിലേക്ക് പോവാം. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, IPDE. അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. IPDE എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ എന്താണ് IPDE എന്ന് പറയുന്നത്? I means identification, P means predict, D means decide and E means executive. IPDE നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണിത്. അപ്പോൾ IPDE എന്താണെന്ന് മനസ്സിലായല്ലോ. വളരെ ശ്രദ്ധിച്ച് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു വേർഡാണ് IPDE. ഐഡൻറ്റിഫിക്കേഷൻ, പ്രെഡിക്റ്റ്, ഡിസൈഡ് ആൻഡ് എക്സിക്യൂട്ട്. അപ്പോൾ IPDE വലിയൊരു സബ്ജക്റ്റാണ്. IPDE എന്ന തത്വം നമ്മൾ പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ IPDEയെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എൻ്റെ വീഡിയോ അതായിരിക്കും. സ്റ്റേ ട്യൂൺ. താങ്ക് യു വെരി മച്ച്.